ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആലപ്പുഴയിൽ മാതാവിനെ 17-കാരി കുത്തിപ്പരിക്കേൽപ്പിച്ചു. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഫോൺ ഉപയോഗം ചോദ്യം ചെയ്തു, അതിന് പിന്നാലെ അമ്മയൊന്നും നോക്കാതെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന മകൾ. ഇപ്പോൾ എന്താണ് നിലവിൽ ഈ അമ്മയുടെ ആരോഗ്യസ്ഥിതി? മഹിളാ കോൺഗ്രസ് നേതാവാണ് ഇവർ എന്നുകൂടി അറിയുന്നുണ്ടല്ലോ. പ്രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. ഈ മൊബൈൽ ഫോൺ ഉപയോഗം പലകുറി അമ്മ വിലക്കിയതായിരുന്നു. പക്ഷേ പിന്നീടും അത് നിരന്തരമായി തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു തർക്കം രണ്ടുപേരും തമ്മിൽ നടന്നു. അതിനിടെയാണ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ പേരിൽ ഈ 17 വയസ്സുകാരി അമ്മയുടെ കഴുത്തിലേക്ക് കുത്തിയത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, അതിനുശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ അവരുടെ ആരോഗ്യനില ഭേദപ്പെട്ടു വരികയാണ് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും അമ്മ അതിൽ ഒരു പരാതി ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് പെട്ടെന്നുണ്ടായൊരു പ്രകോപനത്തിൻ്റെ പേരിൽ മകൾ ചെയ്തു പോയതാണ് എന്നുള്ളതാണ് പറയുന്നത്. മകളും ആ ഒരു നിലപാട് തന്നെ, ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു, കഴുത്തിലാണ് മുറിവേറ്റത്. ആഴത്തിൽ ഏറ്റ മുറിവിനെ തുടർന്ന് രക്തസ്രാവം കാര്യമായി തന്നെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് അറിയേണ്ടത്. 17 വയസ്സ് മാത്രമാണ് മകൾക്കുള്ളത്. അത്ര ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. എന്തായാലും അത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. ഈ മൊബൈൽ ഫോണിന്റെ അമിതോപയോഗം, സമൂഹ മാധ്യമങ്ങളുടെ അമിതോപയോഗം, ഇതൊക്കെ തന്നെ നമ്മുടെ മാനസിക നിലയെ എത്രമാത്രം മാറ്റും എന്നതിൻ്റെയൊക്കെ തെളിവായി മാറുന്ന സംഭവമാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. എന്തായാലും അവർ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു എന്ന വാർത്തയാണ് അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.